അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ എക്കോത്തങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും ഞാനൊരു തനി പൊട്ടനാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വോയിസുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൂപ്പര് വോയിസിൽ പറയണത് എന്തറിയോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ SNEC വിദ്യാഭ്യാസ സംവിധാനം അതിൻ്റെ പിന്നെ നടത്തിപ്പുകാരൻ ശമ്പളം എഴുതി വാങ്ങുന്നുണ്ട്. 60,000 65,000 70,000 ശമ്പളം എഴുതി വാങ്ങുന്നുണ്ട്. അത് സ്വന്തമായിട്ട് അവിടെ എഴുതിയിട്ട് അങ്ങനെ ശമ്പളം അങ്ങനെ എടുക്കുകയാണ്. ആരോടാ ചെങ്ങായി ഇതൊക്കെ പറയണത്? എനിക്ക് ബഹുമാനത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ട് അറിയോ? അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ കൊലയേക്കാൾ കുറ്റകരമായ സംഗതിയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ കൃത്യമായി സമൂഹത്തിലേക്ക് നല്ല സന്ദേശങ്ങൾ അവരെ കണ്ടുകൊണ്ട്, മുത്തുനബിയെ കണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവവും ഇവരുടെ വിശ്വാസവും ഇവരുടെ വാക്കും ഇവരുടെ പ്രവൃത്തിയും കണ്ടുകൊണ്ടാവണം ജനങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത്. അവർ മാതൃകാപരമായ ജീവിതത്തിൽ മാതൃകാപരമായ മുന്നേറ്റം, മാതൃകാപരമായ ജീവിതം കാണിച്ചു കൊടുക്കുമ്പോഴേ ജനങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? അതിലേക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഇത് മാതൃകാപരമായി ജനങ്ങൾക്ക് സന്ദേശങ്ങൾ കൊടുക്കേണ്ട ആളുകൾ തനി തമ്മാടികളെ പോലെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സയ്യിദിനെ ബഹുമാനിക്കണം, സയ്യിദിനെ ബഹുമാനിക്കണം, സയ്യിദിനെ ബഹുമാനിക്കണം എന്ന് അടിക്കടി പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? എന്തർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. അപ്പോൾ ഫിത്ന എന്ന് പറഞ്ഞാൽ കൊലയേക്കാൾ കുറ്റമാണ് എന്ന് മുത്തുനബി പഠിപ്പിച്ച, പിന്നെ ഞാൻ ആ മുത്തുനബിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു ചങ്ങായി ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങളിലുള്ള വോയിസും കാര്യങ്ങളും വിട്ടാൽ പിന്നെ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും? കുരുത്തുള്ളവനിക്ക് കുരുത്തക്കേട് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അത് ഏത് മൂലയരാണെങ്കിലും തങ്ങളാണെങ്കിലും തറവാട്ട് ജനിച്ച ആൾക്കാരാണെങ്കിലും മനസ്സിലാക്കേണ്ടത് കുരുത്തം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് മുൻഗാമികളിൽ നിന്ന് വാപ്പകാരന്മാരായിട്ട് കൈമാറി കിട്ടേണ്ട സംഭവമാണ് കുരുത്തം എന്ന് പറഞ്ഞ സാധനം. ഈ കുരുത്തുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് കുരുത്തക്കേട് കൊടുക്കാൻ സാധിക്കുള്ളൂ. ആദ്യം തന്നെ കുരുത്തക്കേട് സമ്പാദിച്ച ഒരാൾക്ക് പിന്നെ മറ്റുള്ള ആളുകൾക്ക് കുരുത്തക്കേട് കൊടുക്കാൻ കഴിയൂല, കുരുത്തം കൊടുക്കാനും കഴിയൂല. മനസ്സിലായോ? കുരുത്തം കൊടുക്കാനും കഴിയില്ല, കുരുത്തക്കേട് കൊടുക്കാനും കഴിയൂല. കാരണം എന്താണ്? അവൻ സ്വയം നശിച്ചവനും മറ്റുള്ളവനെ നശിപ്പിക്കുന്നവനുമാണ്. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാൾ സ്വയം നശിക്കുകയും മറ്റുള്ളവനെ നശിപ്പിക്കുകയും ചെയ്താൽ അതിന് എത്ര വലിയ പരമ്പരയുടെ ഉടമസ്ഥനാന്ന് പറഞ്ഞാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അത് വിശ്വസിക്കാൻ സാധ്യമല്ല. അതിൻ്റെ മേലിലൊക്കെ മുണ്ടാണ്ടക്കണം, മൗനം പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാനും നമുക്ക് എന്ത് ചെയ്യില്ല, സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ കൃത്യമായിട്ട് സുന്നത്ത് ജമാഅത്തും അള്ളാഹുവിൻ്റെ ദീനും ഹക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ SNECയുമായി ബന്ധപ്പെട്ട് ശമ്പളം എഴുതി വാങ്ങേണ്ട 60,000 70,000 എഴുതി വാങ്ങേണ്ട ഇത് ആരുടെ തൊഴിലാണെന്നറിയോ? ഓരോ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ഓരോ സംവിധാനത്തിലേക്കൊക്കെ ഫണ്ട് പാസ്സാകുന്ന സമയത്ത് അത്രയും ഇത്രയും എഴുതി വാങ്ങിയിട്ട് മുക്കുക നക്കുക എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം? കക്കുക എന്ന് പറഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ്. ആ സ്വഭാവം സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആൾക്കാരും അത് ചെയ്യൂല. കാരണം എന്തുകൊണ്ട്? അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയുണ്ട്. ഈ അടുക്കും ചിട്ടയും ഇല്ലാത്തതിൻ്റെ പേരിലാണ് വാഫി വഫിയ സംവിധാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറന്തള്ളിയത്. എന്തുകൊണ്ടാണ്? 3-4 കൊല്ലം ഇരുന്ന് ആലോചിച്ച് പിടിച്ച് നമ്മുടെ പണ്ഡിതന്മാർ പുറന്തള്ളിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ സംവിധാനവും അതിൻ്റെ സാമ്പത്തികവും അതിൽ കൃത്യമായ ക്രമക്കേടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഹക്കീം ഫൈസി ആദർശീയലിൻ്റെ മക്കളും അതുപോലെ തന്നെ പെമ്മക്കളും മാമക്കളും അവിടുത്തെ പരമ്പരയും അവിടുത്തെ കുട്ടികളും അവിടുത്തെ ശിഷ്യന്മാർക്കും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ മക്കൾക്കും നിരന്തരമായിട്ട് അവർ പറയുന്ന ശമ്പളവും കാര്യങ്ങളും കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അവരെ എന്താ പറയുക കയറ്റി അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു റേറ്റും ഇല്ലാത്ത രൂപത്തിൽ കൊണ്ട് നടന്നു. ഇതൊക്കെ തന്നെയല്ലേ പ്രശ്നങ്ങൾ? ഇതേ ഒരു സ്വഭാവമാണ് ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ എക്കോതങ്ങൾ മനസ്സിലാക്കുന്നത്. പാവം സാധു അതാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സംവിധാനം, ഒരു വിദ്യാഭ്യാസ സംവിധാനം, അത് വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും ശരി, ഏത് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മൂക്കയർ സമസ്തൻ്റെ അടുത്തുണ്ട്. അത് നിങ്ങൾ തറവാട്ടിൽ കാട്ടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയ മാതിരി ശമ്പളം എഴുതി വാങ്ങണ പരിപാടി ഇവിടെ നടക്കൂല. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാരൊക്കെ ഇവിടുത്തെ കോടീശ്വരനാകേണ്ടിയിരുന്നു.
അല്ലേ? കോടീശ്വരനാകേണ്ടിയിരുന്നു. ബഹുമാനപ്പെട്ട സൈനുലുലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഇവിടുത്തെ കോടീശ്വരനായിട്ട് വാഴുമായിരുന്നു. വേറുള്ള ആൾക്കാർ ഇവിടുത്തെ പിന്നെ ഓരോ സംവിധാനങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ അവർ പിന്നെ പിന്നെ എന്താ പറയുക, അവരുടെ പിന്നെ സംവിധാനങ്ങൾ കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ അതിൽ പിന്നെ സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്നത് പോലെ നമ്മുടെ ഉലമാക്കളെങ്ങാനും സാമ്പത്തിക ക്രമക്കേട് കാണിച്ചിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് കോടീശ്വരനാവേണ്ടിയിരുന്നു വഫാത്തിന്റെ സമയത്ത്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, മാഷാ അല്ലാ, കാളമ്പാടി ഉസ്താദ്, ഈ വിനീതനായിരിക്കുന്ന എനിക്കൊക്കെ അറിയാം. പ്രസിഡന്റ് സ്ഥാനം ഏറ്റ ആ സമയത്ത് പോലും, പ്രസിഡന്റ് സ്ഥാനം ഏറ്റതിന് ശേഷവും ഒരുപാട് കാലം തൻ്റെ ജാമ്യയിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത് ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത്. പിന്നീട് ശാരീരികമായിട്ട് ക്ഷീണം അനുഭവിച്ച സന്ദർഭത്തിൽ മാത്രമാണ് അത് ഓട്ടോയിലേക്ക് മാറ്റിയത്. ചിന്തിക്കണം, ബെൻസ് കാറിലേക്കല്ല മാറ്റിയത്, അല്ലെങ്കിൽ ഫോർച്യൂണറിലേക്കല്ല മാറ്റിയത്. ഓട്ടോ ഓടിച്ചുകൊണ്ട് ഓട്ടോക്ക് ഡ്രൈവർ വെച്ചുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വരികയും അതുപോലെ തന്നെ ജാമ്യയിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്തിരുന്നത്. ഇതൊന്നും വെറുതെ കളകള കുളുകുളു പറയല്ല. ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ട് വർഷങ്ങളോളം അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ പറയാണ് എന്ത് ശമ്പളം എഴുതി വാങ്ങി. സത്യം മനസ്സിലാക്കണം. സത്യം എന്താണ് ചെങ്ങായി സത്യം മനസ്സിലാക്കേണ്ടത്? ഇവിടെ ബുദ്ധി മൂക്ക് കീപ്പട്ടുള്ള ലേശം അണുമണി തൂക്കം ഈമാൻ കൽബിലുള്ളവനക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് സത്യം എന്നുള്ളത്. ഇനി അസത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കാര്യം പറയുന്ന സമയത്ത് വാഗ്വാദം പ്രസംഗിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പം മൗനം പാലിച്ചിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഇതൊരു പ്രത്യേകമായ ഒരു പിന്നെ അജണ്ടയാണ്. ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിലൂടെ നീങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കെതിരെ നിൽക്കുന്ന ഏത് തലപ്പാവ് ധരിച്ച പണ്ഡിതനെന്ന് അവകാശപ്പെടുന്നവരാണെങ്കിലും അതുപോലെ തന്നെ തൊപ്പി വെച്ച തങ്ങളെന്ന് അവകാശപ്പെടുന്നവരാണെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്നുകിൽ അവൻ്റെ മകൻ വാഫിയോ അല്ലെങ്കിൽ ഹുദവിയോ, കുരുത്തം കെട്ട ഹുദവിയോ ആയിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ മകള് വാഫിയോ അല്ലെങ്കിൽ കുരുത്തം കെട്ട പിന്നെ പിന്നെ എന്താ പറയുക, ഏതെങ്കിലും സംവിധാനത്തിൽ ഉള്ള ഇങ്ങനെ മക്കളാണെങ്കിലും മരുക്കളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബക്കാരാണെങ്കിലും അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അഞ്ചന്, ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ഈ മാറാലിയിൽ ഇങ്ങോട്ട് ചെറ്റിപ്പഞ്ഞതിൻ്റെ പേരിൽ സത്യം തുറന്നു പറയാൻ കഴിയാത്ത ആൾക്കാരാണ് പലരും. പിന്നെ സ്വന്തം മക്കൾക്ക് പിന്നെ എന്താ പറയുക, രാഷ്ട്രീയ സംവിധാനം ഉപയോഗിച്ച് ഭരണ സംവിധാനം ഉപയോഗിച്ചിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. അപ്പം ചുരുക്കി പറഞ്ഞ ഫുള്ള് എല്ലാ കാര്യങ്ങളും എന്ത് ഭൗതികപരമായ ലാഭം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് മൗനം പാലിക്കുക. അതല്ലെങ്കിൽ മൗനം പാലിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, മറ്റേ സമസ്തക്കെതിരെയുള്ള സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുക, പ്രസംഗിക്കുക. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും വകവെക്കാതെ എനിക്ക് എൻ്റെ ജോലിയല്ലടോ പ്രശ്നം, എനിക്ക് ഹക്കായ ദീനാണ് പ്രശ്നം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുക. അല്ലേ? ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കണു. ഞമ്മക്കിതൊന്നും ഒരു പ്രശ്നേ അല്ല. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് 89 ഇതും ഇതിലപ്പുറം ഞങ്ങൾ അനുഭവിച്ചതാണ്. മനസ്സിലായോ? 89 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗത്തിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തിക ലാഭങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ചുറ്റുപാടുകളും ആൾബലമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സമസ്തക്ക് എന്തെങ്കിലും പറ്റുമോ? എന്നിട്ടും സമസ്ത എന്ത് ചെയ്തു? വർഷങ്ങളോളം മുന്നോട്ട് പോയി. ഇതങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 100 വർഷം ഇവിടെ തികയുമ്പോൾ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, ആറ്റപ്പൂവിൻ്റെ പുന്നാരമോൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഒരു ശുദ്ധിക്കലശം ഇവിടെ സമസ്തയിൽ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാണക്കാട്ടെ തറവാട്ടിൽ നിന്ന് തലമുറ കൈമാറി ഒരു പ്രത്യേകമായ ഒരു വാക്കുഫലവും അതുപോലെ തന്നെ ഒരു ഇജാസിയത്തോടു കൂടി മൊയ്ൻ അലി തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ നടക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. മൊയ്ൻ അലി തങ്ങൾ പറഞ്ഞല്ലോ, സമസ്തക്ക് പ്രതിസന്ധി ഉണ്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട. മൊയ്ൻ അലി തങ്ങൾ വാക്ക് കടമെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. മൊയ്ൻ അലി തങ്ങൾ പറഞ്ഞു സമസ്തക്ക് പ്രതിസന്ധി ഉണ്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട, സമസ്തക്ക് അങ്ങനെ പ്രതിസന്ധി ഇല്ല, മറിച്ച് ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്, ഒരു ശുദ്ധിക്കലശം നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിഷ്കളങ്കരായ പ്രവർത്തകരോട് മറ്റേ അക്കോതങ്ങൾ പറയുമ്പോൾ തന്നെ നിഷ്കളങ്കരായ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ നിങ്ങളാക്കിയ, നിങ്ങൾക്ക് അമല് പഠിപ്പിച്ച, നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച, നിങ്ങൾക്ക് നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മറ്റ് കർമ്മപരമായ കാര്യങ്ങളും പഠിപ്പിച്ച ഒരു പ്രസ്ഥാനമുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ.
അതിൽ അടിയുറച്ച് നിന്നിട്ട് ദുന്യാവ് നഷ്ടപ്പെട്ടാലും ആഖിറം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് വളരെ വിനയത്തോട് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ ആഖിർ സമാനുള്ള സമയത്ത് സമസ്തയിൽ നിലനിന്നാൽ തീർത്തും തീക്കട്ട കയ്യിൽ വെച്ചതിനോട് സമാനമായിരിക്കും. ഒരു സുഖം ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ ആ സുഖം ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കും. ഇന്നക മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടോ അവരോടുകൂടെ നിങ്ങൾ ആഖിറത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശംസുലുലമയോട് കൂടെ ഉണ്ടാവും, കണ്ണിയത്തിൻ്റെ കൂടെ ഉണ്ടാവും, സൈനുലുലമയോട് കൂടെ ഉണ്ടാവും, കാളമ്പാടിയോട് കൂടെ ഉണ്ടാവും, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിൻ്റെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾ ഉണ്ടാവും. നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ടെന്ന് വാഗ്ദാനം നൽകിയത് ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഷെയ്ഖുൽ ജാമിയ, ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ്, MT ഉസ്താദ് തുടങ്ങിയ മഹത്തുക്കളായിരിക്കുന്ന ആളുകൾ പ്രയാസങ്ങൾ, വിഷമങ്ങൾ ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? ഈ ഒരു വൃത്തികെട്ട ആളുകളിൽ നിന്നുള്ളതായിരിക്കുന്ന പല സ്വഭാവങ്ങളും, പല പെരുമാറ്റങ്ങളും, പല എന്താ പറയുക, പല രീതിയിലുള്ളതായിരിക്കുന്ന കുതന്ത്രങ്ങളും അനുഭവിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറണം. മഹാന്മാരായിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.